നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൗർണമി ദിവസം. ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചനം നേടുവാനായിട്ട് ഈ ഒരു ചെറിയ താന്ത്രികം മാത്രം ചെയ്താൽ മതി. നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും താന്ത്രികങ്ങളും എല്ലാം തന്നെ ചിലവുകൾ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നവയെക്കുറിച്ചാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് എന്ന് പറയുകയാണെങ്കിലും പോലും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മാറ്റിയെടുക്കുവാനായിട്ട്. പലരുടെയും വീടുകളിൽ എപ്പോഴും വഴക്കും പ്രശ്നവും അതുപോലെ തന്നെ പരാതികളും പരിഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നവയായിരിക്കും. ചിലരാകട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വീട്ടിലുള്ളവർ കേൾക്കുന്നില്ല എന്നുള്ളൊരു വിഷമം. മറ്റു ചിലർക്കാവട്ടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, ചിലർക്കാകട്ടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വന്നു, പഠിപ്പിന് തന്നെ ഒരുപാട് പണം ചിലവാക്കിയിരിക്കുകയാണ്, പക്ഷേ അവർ പഠിച്ചതിനനുസരിച്ചുള്ള ഒരു ജോലി ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ലല്ലോ, ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ആ ഒരു വിഷമം. ഇങ്ങനെ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള വിഷമങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് പൗർണമി ദിവസങ്ങളിൽ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ചെയ്യാം. ഉദാഹരണത്തിന് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാജിക്കലായിട്ടുള്ള പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു താന്ത്രികത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ കാണാൻ വൈകിപ്പോയി മാഡം, ഇത് കഴിഞ്ഞാൽ ഇനി എന്ന് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം തോറും വരുന്ന പൗർണമിയിൽ ഈ ഒരു താന്ത്രികം ചെയ്യാം. അതല്ല, നമ്മുടെ പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ പോയി കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നിങ്ങൾക്ക് രാവിലെ ഉണർന്ന ഉടൻ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു താന്ത്രികം പ്രയോഗിക്കാവുന്നതാണ്. ഈ താന്ത്രികത്തിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് മാത്രമാണ്. കല്ലുപ്പിന് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മുകളിലുള്ള ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ടുള്ള ശത്രുക്കളായിരിക്കണമെന്നില്ല, നമ്മളോടൊപ്പം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും നമ്മളോട് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ചെറിയ വളർച്ചയെ പോലും അവർക്ക് അതൊരു ചെറിയ രീതിയിലെങ്കിലും മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ട്, അവരെല്ലാം പെട്ടെന്ന് നേരെയാകണു എന്ന് അവരുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതും നമുക്കൊരു ശത്രുദോഷമോ ദൃഷ്ടിദോഷമോ ആയിട്ട് ബാധിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ പലരും വീടുകളിൽ എപ്പോഴും ഭാര്യയും ഭർത്താവും വഴക്കും പ്രശ്നങ്ങളും പരാതികളും പരിഭവവും ആണെങ്കിൽ പോലും പുറത്തേക്ക് പോകുന്ന സമയത്ത് കഴിവതും ആ വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ കാണിക്കുവാൻ സാധ്യത കുറവാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അവർ വിചാരിക്കും എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ ഭർത്താവിനോട് എനിക്ക് പ്രശ്നമാണ്, പക്ഷേ അത് അവർ കണ്ടില്ലേ സന്തോഷമായിട്ടാണല്ലോ നടക്കുന്നത്, സന്തോഷമായിട്ടാണല്ലോ പോകുന്നത് എന്നെല്ലാം മനസ്സിൽ കരുതിയാൽ തന്നെ നമ്മൾ അന്ന് വൈകുന്നേരം വീടുകളിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു പ്രശ്നം വീണ്ടും കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അത് കാരണമാണ് ഞാൻ പറയുന്നത്, ഇതുപോലുള്ള ദൃഷ്ടിദോഷം, ശത്രുദോഷം, സാമ്പത്തിക തടസ്സങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയെ മാറ്റിയെടുക്കുവാനായി നമ്മുടെ അടുക്കളയിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു കൈപ്പിടി കല്ലുപ്പ് മാത്രം മതിയാകുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇന്നു രാത്രിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു A4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ നമ്മുടെ മടിയിൽ വിരിച്ച് വെച്ച് നമ്മുടെ വലത് കൈയിൽ എടുത്തു വച്ചിരിക്കുന്ന ആ കല്ലുപ്പ് നമ്മുടെ രണ്ട് കൈകളിലേക്കുമായിട്ട് മാറ്റുക. അതായത് ഇടതു കൈയിലും കുറച്ച് വലതു കൈയിലും കുറച്ച് മതിയാകുന്നതാണ്. അത് രണ്ടും വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ധ്യാനത്തിനിരിക്കുമ്പോൾ പൂജ ചെയ്യുവാനിരിക്കുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ ഇട്ടിരിക്കാവുന്നതാണ്. ഇനി അതല്ല, ഞങ്ങൾക്ക് താഴെ ഇരിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കസേരകളിൽ ഇരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തെക്കുദിശ മാത്രം നോക്കിയിരിക്കരുത്. മറ്റ് നിങ്ങൾക്ക് 3 ദിശകളിൽ ഏത് ദിശ വേണമെങ്കിലും നോക്കിയിരുന്നു കൊണ്ട് രണ്ട് കൈയിലെ കല്ലുപ്പും നമ്മുടെ കൈകളിൽ
മടക്കി ഇറുകെ പിടിക്കുക. പിന്നീട് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് പോലെ പറയുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായി ജീവിക്കുന്നു, നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം. ഇനി നമുക്ക് പണത്തിൻ്റെ തടസ്സങ്ങളാണ് ഉള്ളത്, സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായ പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ കോടീശ്വരിയായിരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പണക്കാരിയായിരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം. ഇത് പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറയേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആരോടാണോ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് അവരുടെ പേര് പറഞ്ഞ് ഞാനും അവരും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടാനാണെങ്കിൽ, ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു, നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം മാറിക്കിട്ടിയ ഭാവത്തിൽ തന്നെ ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതിനു ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ്, എണ്ണമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ്, ഒരു കുറഞ്ഞ സമയം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇങ്ങനെ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ കൈകളിൽ വെച്ചിരിക്കുന്ന ആ കല്ലുപ്പിനെ നമുക്ക് ഒരു തുള്ളി പോലും താഴെ വീഴാതെ ആ പേപ്പറിനകത്തേക്ക് ആക്കി നമ്മൾ ആ പേപ്പർ മടക്കുക, നല്ലവണ്ണം ചുരുട്ടി മടക്കുക. ഒരു തുള്ളി പോലും താഴെ വീഴരുത്. ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ ആ കല്ലുപ്പ് വെച്ച് ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ശക്തികളെയും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെയും ഈ കല്ലുപ്പ് പൂർണ്ണമായും ആഗിരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ നമ്മൾ ഇത് താഴെ വീഴാതെ ഈ കല്ലുപ്പ് ആ പേപ്പറിനകത്തേക്ക് ഇട്ട് നമ്മൾ ആ കല്ലുപ്പ് നമ്മുടെ വാഷ് ബേസിനിലോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സിങ്കിലോ ആ വെള്ളത്തിലേക്ക് ആ പേപ്പറോട് കൂടി കൊണ്ടുപോയി കൊട്ടാം. ആ പേപ്പറിൽ ഒരു തുള്ളി പോലും ബാക്കി നിൽക്കരുത്. പേപ്പർ മാത്രം മാറ്റി ആ കല്ലുപ്പ് നമുക്ക് അലിയിച്ച് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ച് ഇപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് സാധിക്കും, ഞങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന വെള്ളമെല്ലാം ഉണ്ട് എന്നിരിക്കെ നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിൽ നാളെ രാവിലെ, ഇന്ന് ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലെ കൊണ്ടുപോയി കളയാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ആരും തന്നെ ചവിട്ടുകയോ നമ്മുടെ വീട്ടിൽ ഒരു തുള്ളി പോലും താഴെ വീഴുകയോ ചെയ്യരുത്. ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കല്ലുപ്പിന് നമ്മുടെ മുകളിലുള്ള എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കഴിവാണ് ഉള്ളത്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി ഫലം നേടിയ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ കല്ലുപ്പ് പരിഹാരം നിങ്ങൾ ചെയ്യുക. ഇന്ന് വൈകുന്നേരം നിങ്ങൾ മറക്കാതെ ചെയ്തു നോക്കുക. പൗർണമി ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നിങ്ങളിത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞാണ് ചിലർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും മനസ്സിലൊരു ധൈര്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളും വീട്ടിലുള്ളവരും തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നിരിക്കെ ഇതുപോലെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഇടയിലുള്ള ആ പ്രശ്നങ്ങൾ ഇല്ലാതായി പോകുന്നത് തിരിച്ചറിയുവാനും സാധിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ വന്ന് എന്നെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വയ്ക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.